ത്രിത്വത്തെക്കുറിച്ചാണ്, ഈശോയുടെ ദൈവികമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ചുള്ളതാണ് മറ്റൊരു ചോദ്യം. അതേക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അതൊരു ട്രിനിറ്റിയെക്കുറിച്ചുള്ള ഡോക്ട്രിനാണ്. അതായത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ഡോക്ട്രിൻ. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതിന് പറയുന്ന വാക്കാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് അതിന് പറയുക. സത്താപരമായിട്ടുള്ള ഐക്യം. പൂർണ്ണ മനുഷ്യൻ്റെയും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഈശോയുടെ സത്താപരമായിട്ടുള്ള ഒരു ഐക്യത്തിനാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ഈശോയിൽ ദൈവികവും മാനുഷികവുമായിട്ടുള്ള രണ്ട് സ്വഭാവങ്ങൾ ഒരേ വ്യക്തിയിൽ സമ്മേളിച്ചിരിക്കുന്നു. വിത്തൗട്ട് എനി കൺഫ്യൂഷൻ, വിത്തൗട്ട് എനി ചേഞ്ച് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ. രണ്ട് സെപ്പറേറ്റഡ് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതായത് ഈശോ മനുഷ്യനായപ്പോൾ ദൈവികത നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈശോ മനുഷ്യനായപ്പോൾ ദൈവികതയിലേക്ക് മനുഷ്യത്വം അബ്സോർബ് ചെയ്യപ്പെട്ടു. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടും ഒരുപോലെ ഈശോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇറ്റ്സ് എ ബിയോണ്ട് ഹ്യൂമൻ കോംപ്രഹെൻഷൻ. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്ത് ഈശോയിൽ ദൈവികതയും മാനുഷികതയും ഒരു തരത്തിലുള്ള കുറവുകളോ ഡീവിയേഷൻസോ കൺഫ്യൂഷൻസോ ഇല്ലാതെ ഒരുമിച്ച് നിൽക്കുന്നു. രണ്ടും ഒരുമിച്ച് നിലകൊള്ളുന്നു എന്നുള്ളതാണ്, പൂർണ്ണമായ രീതിയിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഈശോയിലുള്ള പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ ഒരു രഹസ്യമാണ്. അത് വെറുതെ നമ്മൾ മാനുഷികമായ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ട്രൂത്ത് അബൌട്ട് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സത്യമാണ്. അത് ക്രിസ്തീയ വിശ്വാസം മനസ്സിലാക്കാനായിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. പൂർണ്ണ ദൈവമായ ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോൾ ഒരിക്കലും ദൈവത്തെ നഷ്ടപ്പെട്ടിട്ടില്ല. മനുഷ്യനായി അവതരിച്ചപ്പോഴും ഈശോ പൂർണ്ണ ദൈവമായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യത്വം അബ്സോർബ് ചെയ്യപ്പെട്ടതല്ല, മനുഷ്യത്വവും ദൈവത്വവും അതിൻ്റെ പൂർണ്ണതയിൽ ഈശോയിൽ സമ്മേളിച്ചു. അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് മാതാപിതാക്കളെക്കുറിച്ചാണ്. യോവാൻ നമുക്കറിയാമല്ലോ, മാതാപിതാക്കൾ യോവാക്യം അന്നായും. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അവരുടെ പേരുകളൊന്നും ബൈബിളിലില്ലല്ലോ, പിന്നെ എന്ത് സഭ അവരെ വിശുദ്ധരായി കണക്കാക്കുന്നത്? എന്താണ് അവരെ അങ്ങനെ ബഹുമാനിക്കാനുള്ള കാരണം? അതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിൽ നമുക്ക് മാതാപിതാക്കളെക്കുറിച്ചുള്ള പ്രതിപാദനമൊന്നും കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കത്തോലിക്ക പാരമ്പര്യം അവർക്ക് രണ്ടു പേർക്കും പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അവർ ദൈവപുത്രൻ്റെ മാതാവായി തീർന്ന പരിശുദ്ധ അമ്മയ്ക്ക് ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളാണ്. അത് ഒരുപക്ഷെ നമ്മുടെ ബൈബിളിൽ കാണുന്നില്ലെങ്കിലും 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അപ്പോക്രിഫൽ സുവിശേഷമുണ്ട്. അതായത് യാക്കോബിൻ്റെ പേരിലുള്ള സുവിശേഷം, പ്രോട്ടോ എവഞ്ചേലിയം ഓഫ് ജെയിംസ്. അത് നോൺ കാനോനിക്കലായിട്ടുള്ള ഒരു ഗോസ്പലാണ്, 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട. അവിടെ നിന്നാണ് നമുക്ക് ഈ മാതാപിതാക്കളുടെ പേരുകൾ അറിയാൻ പറ്റുന്നത്. അത് ലളിതമായ ബൈബിളിൽ നമ്മുടെ പുതിയ നിയമത്തിൽ ഇല്ലെങ്കിലും നമ്മുടെ കത്തോലിക്ക പാരമ്പര്യത്തിൽ ഈ രീതിയിലാണ് കടന്നു വന്നിട്ടുള്ളത്. അതായത് 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട യാക്കോബിൻ്റെ സുവിശേഷം, പ്രോട്ടോ ഇവഞ്ചേലിയം എന്ന് പറയുന്ന സുവിശേഷത്തിലാണ് ഈ രണ്ടു പേരുടെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അവർ രണ്ടുപേരും വർഷങ്ങളോളം മക്കളില്ലാത്ത അവസ്ഥയിൽ പിന്നീടാണ് അവർക്ക് മാതാവിനെ ലഭിച്ചത്, വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി. അങ്ങനെ അവർ വളരെ ഭക്തരായിട്ടുള്ള ദമ്പതികളായിരുന്നു. അതുപോലെ തന്നെ അവർ ജന്മം കൊടുത്ത കുഞ്ഞ് ദൈവത്തിൻ്റെ മാതാവാകാനായിട്ട് നിയോഗിക്കപ്പെട്ട കുഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ പ്രാധാന്യം കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ സാൽവേഷൻ ഹിസ്റ്ററിയിൽ, രക്ഷാകര ചരിത്രത്തിൽ വളരെ നിർണായകമായി പങ്കുവഹിച്ച അനുകരണീയരായിട്ടുള്ള മാതാപിതാക്കളായിട്ടാണ് സഭ അന്നും ഇന്നും വണങ്ങുന്നത്. അതുകൊണ്ടാണ് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയും ജൂലൈ 26-ാം തീയതി
മാതാവിൻ്റെ മാതാപിതാക്കളുടെ പെരുന്നാൾ നമ്മളെല്ലാ വർഷവും കൊണ്ടാടുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇങ്ങനെ യോവാക്കിമിനെയും അന്നയെയും സഭ വിശുദ്ധരായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ വിശുദ്ധിയും രക്ഷാകര ചരിത്രത്തിൽ, ക്രിസ്തീയ ചരിത്രത്തിൽ മാതാവിനോട് അവർക്കുണ്ടായ പ്രാധാന്യവും. ആ അർത്ഥത്തിൽ നമ്മളതിന് മനസ്സിലാക്കിയാൽ മതി. അതാണ് നമുക്ക് ഇന്നത്തെ സഭയ്ക്ക് അവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്.